അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. പ്രിയ വിദ്യാർത്ഥിനികളെ, മാതാക്കളെ, മറ്റ് സഹോദര സഹോദരികളെ, ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് സമൂഹം ഉറ്റുനോക്കുന്ന യുവജന വിഭാഗം, വിദ്യാർത്ഥി വിഭാഗം നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ വിദ്യാർത്ഥിനി സമ്മേളനത്തിൽ കോളേജ് തലത്തിൽ ഈ ആധുനികത മുഴുവൻ അറിഞ്ഞ് ജീവിക്കുന്ന വിദ്യാർത്ഥിനികളോട് അവരുടേതായ ശൈലിയിലും വീക്ഷണങ്ങളിലും നിന്നുകൊണ്ട് ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാനൊരു പഴയ മനുഷ്യനാണ്. ഈ പഴയ എനിക്ക് പുതിയ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള വിഷയം, പോയിന്റുകൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ മുസ്ലിം സമുദായത്തിന് ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. മുസ്ലിം പെൺകുട്ടികൾക്ക് എഴുത്തും വായനയും നിഷിദ്ധമായിരുന്നു. അതിന് സമൂഹം കണ്ടെത്തിയ കാരണം, പെൺകുട്ടികൾ എഴുത്ത് പഠിച്ചാൽ അവർ ആൺകുട്ടികൾക്ക് ലവ് ലെറ്റർ എഴുതും, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിച്ചുകൂടാ എന്ന് ശാഠ്യം പിടിച്ചിരുന്ന സമുദായമായിരുന്നു നമ്മൾ. ഇന്ന് നമ്മൾ ആ വീക്ഷണത്തിൽ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവാണ് ഈ ഹാൾ പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞു. ഇനിയും വരാനിരിക്കുന്നു. നമ്മൾ ആ ധാരണ തിരുത്തി എന്ന് മാത്രമല്ല, ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, അറിവ് നേടുന്ന രംഗത്ത്, എഴുത്തും വായനയും പഠിക്കുന്ന രംഗത്ത് ഒരു വേള ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളല്ലേ. നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെയും മുഴുവൻ സ്ട്രെങ്ത് പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടികളല്ലേ ആൺകുട്ടികളെക്കാൾ കൂടുതൽ. ഇത് നമ്മുടെ സമൂഹത്തിന് വന്നെത്തിയ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. നമ്മളുടെ സ്വന്തം നാട്ടിൽ മാത്രമല്ല ഇത് നമ്മൾ പെൺകുട്ടികൾ പഠിക്കാനിരിക്കുന്നത്, മറിച്ച് പാലക്കാടും ബാംഗ്ലൂരിലും ഡൽഹിയിലും കേരളത്തിന് പുറത്ത് ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കാൻ മാത്രം ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ സമൂഹം വളർന്നു കഴിഞ്ഞു.
അത് അൽഹംദുലില്ലാ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം നേടിയതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സമൂലമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ വസ്ത്രധാരണ രീതി മുമ്പ് ശരിയാംവണ്ണം മാന്യമായി വസ്ത്രം ധരിക്കാൻ അറിയാതിരുന്ന മുസ്ലിം സമുദായം ഇന്ന് ആകർഷണീയമായ മാന്യമായ ഒരു വസ്ത്രം ധരിച്ച് ഏത് സ്ഥലങ്ങളിലും മാന്യമായി ചെന്ന് കയറാൻ പാകത്തിൽ നമ്മൾ വേഷവിധാനത്തിൽ വളരെ മാന്യമായൊരു നിലപാടിലേക്ക് എത്തിപ്പെട്ടു. അതും നമ്മൾക്ക് ഈ സമുദായം നേടിയെടുത്തൊരു വലിയ നേട്ടം തന്നെയാണ്. ഈ പഠിച്ച അറിവനുസരിച്ച് മാന്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനും ഉന്നതങ്ങളിൽ എത്തിപ്പെടാനും നമ്മൾ ഇന്ന് സമൂഹത്തിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യവും നേടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറിവ്, വിജ്ഞാനം നമ്മൾ നേടിയപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങളാണ്. ഇതിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ സമൂഹത്തോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നത് കൂടി ഇത്തരണത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നേടുന്ന അറിവ് നേടുന്നത് ദൈവിക കൽപ്പനയാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾക്ക് അറിവുണ്ടാവുക എന്നത്, ആ അറിവനുസരിച്ച് ജീവിക്കുക എന്നതും ദൈവിക കൽപ്പനയാണ്. ലോകത്ത് ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലാണ് മറ്റൊരു ഗ്രന്ഥവും ഈ വചനവുമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പെറുക്കിക്കൂട്ടുക എന്നതല്ല അതിൻ്റെ അർത്ഥമെന്ന് വായിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയതാണ്. മറിച്ച് നാം ഒരു വിഷയം വായിക്കുമ്പോൾ എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ കൂടി, പറഞ്ഞു കൊടുക്കാൻ കൂടി കഴിയേണ്ടതുണ്ട്. ഇതിനാണ് വായന എന്ന് പറയുക. വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ വചനം വായിക്കുക ഈ അർത്ഥത്തിൽ വായിക്കാനാണ്. നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. അതുകൊണ്ട് തന്നെ അറിവ് സമ്പാദനം എന്നത്, വിജ്ഞാന സമ്പാദനം എന്നത് ദൈവിക കൽപ്പനയായിട്ടാണ് നാം സ്വീകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിവ് നേടാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും. നാം ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന, സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ബയോളജിയും സുവോളജിയും ജിയോഗ്രഫിയും കെമിസ്ട്രിയും എല്ലാം പഠിക്കാനുള്ള ഉത്ബോധനങ്ങൾ വിശുദ്ധ ഖുർആനിൽ പരന്നു കിടക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി പഠിച്ച സൂറത്തുകളിൽ ഈ ഉത്ബോധനങ്ങൾ കാണാൻ കഴിയും. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. അവർ ഒട്ടകത്തെ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് എന്ന്? ഭൂമിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, എങ്ങനെ അത് പരത്തപ്പെട്ടു എന്ന്? നാം പഠിച്ചതാണ്, ഭൂമി ഉരുണ്ടതാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ അത് പരന്നിട്ടാണ് അനുഭവിക്കുന്നത്. എങ്ങനെയാണത് പരത്തപ്പെട്ടതെന്ന് ചിന്തിച്ചു നോക്കട്ടെ. ആകാശം നാം സയൻസിൽ പഠിച്ചതാണ്. ആകാശം ശൂന്യാകാശമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വഹിയ ദുഹാൻ, അതൊരു പുക മാത്രമാണ് ആകാശം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കണം, ആസ്ട്രോണമി പഠിക്കണം. മനുഷ്യന്റെ ഇത്രയും കഴിവുറ്റ ഈ
ശൂന്യമായ ആകാശത്ത് അവിടെ വിരാജിക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പറന്നുയരുന്ന അതിന് മാത്രം വിവര സാങ്കേതിക വിദ്യ നേടിക്കഴിഞ്ഞ ഈ മനുഷ്യന്റെ ആദ്യഘട്ടം തെറിച്ചു വീഴുന്ന ഒരു തുള്ളി വെള്ളമായിരുന്നു. ആ ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് ഈ രൂപത്തിൽ എത്തിപ്പെട്ട മനുഷ്യന്റെ ജീവശാസ്ത്രം പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ അറിവ് നേടാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ അഗാധമായി ആലോചിക്കുന്നില്ലേ? ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ എന്നുണർത്തുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്നത് ദൈവിക കൽപ്പനയാണ് എന്ന മഹോന്നതമായ പരിശുദ്ധമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് അറിവാണ് നേടേണ്ടത്? എന്ത് വിജ്ഞാനമാണ് നേടേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ, പടച്ചവനെ ഉപകാരപ്രദമായ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ. അതേ പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, പടച്ചവനെ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് പടച്ചോനെ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ധാരാളം അറിവുകളുണ്ട് ലോകത്ത്, നമുക്കറിയാം. ഒരുപാട് ഒരുപാട് അറിവുകൾ ഇന്ന് ലോകത്ത് സുലഭമാണ്. പക്ഷേ നാം നേടേണ്ടുന്ന അറിവ് എന്ത് എന്ന് തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിതാക്കളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ മതനിയമങ്ങൾ അനുസരിക്കാനും നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വർജിക്കാനും അവരെ പഠിപ്പിക്കുക. അത് അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. നാം നേടേണ്ടുന്ന അറിവ് മതനിയമങ്ങൾ അനുസരിക്കാൻ പഠിപ്പിക്കുക, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനും മക്കളെ പഠിപ്പിക്കുക. അത് അവരെ നരക